ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസം കർക്കടകം. എല്ലാവരും രാമായണ വായനയിലായിരിക്കുമല്ലോ അല്ലേ? രാമായണ പാരായണ രീതിയെക്കുറിച്ച് കുറച്ച് അറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത്. നിത്യരാമായണം വായിക്കുന്ന രീതി ഇന്നും കേരളത്തിലുണ്ട്. വായനയ്ക്ക് ചില ചിട്ടകളുമുണ്ട്. അശുഭ സംഭവങ്ങൾ വരുന്ന ഭാഗം പാരായണം ചെയ്തു തുടങ്ങുകയോ നിർത്തുകയോ അരുത്. ഒരു സന്ദർഭത്തിൻ്റെ മധ്യത്തിൽ വെച്ച് രാമായണ വായന നിർത്തരുത്. കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മമോ ചന്ദനമോ തൊടണം. 2 5 തിരിയിട്ട നിലവിളക്കിന് മുൻപിൽ കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വേണം രാമായണം വായിക്കാൻ. ആവണപ്പലകയിലിരുന്ന് രാമായണം വായിച്ചാൽ വളരെ നല്ലതാണ്. വെറുനിലത്തിരുന്ന് രാമായണം വായിക്കരുത്. വെറുനിലത്ത് രാമായണം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വയ്ക്കരുത്. ഹനുമാൻ സ്വാമിക്കും ഇരിപ്പിടം ഒരുക്കിയിരിക്കണം. കാരണം രാമായണം വായിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ട്. പാരായണത്തിന് മുൻപ് ശ്രീ മഹാഗണപതി, സരസ്വതി, ഗുരു, വാൽമീകി മഹർഷി, തുഞ്ചത്താചാര്യൻ, ശ്രീരാമൻ, ആഞ്ജനേയൻ എന്നിവരെ സ്മരിക്കണം. കൂടാതെ ഭാവി അറിയാൻ പകുത്തു വായിക്കുന്ന ഒരു സമ്പ്രദായവും നിലവിലുണ്ട്. രാമായണ വായന നിർത്തുന്ന ആ സമയം ഏകശ്ലോകി രാമായണം കൂടെ വായിച്ചു നിർത്തുന്നത് വളരെ ഉത്തമമാണ്. ഇനി നമുക്ക് അഭീഷ്ടസിദ്ധിക്കായി പ്രത്യേകമായി പാരായണം ചെയ്യേണ്ട രാമായണത്തിലെ ചില ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓരോ ആഗ്രഹവും സാധിക്കാനായി ചില പ്രത്യേക ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പതിവുണ്ട്. വിരാടസ്തുതി, സത്കാര്യങ്ങൾ നേടാൻ വിരാടസ്തുതിയാണ് വായിക്കേണ്ടത്. ആദിത്യഹൃദയം, ശത്രുദോഷ ശമനമാണ് ഫലം. സുന്ദരകാന്ഡം, സർവകാര്യസിദ്ധി. ഇനി വിവാഹം, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് സത്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ എന്നു തുടങ്ങി ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമന് നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും എന്ന് വരെയുള്ള വരികൾ. ഇത് ബാലകാന്ഡത്തിലെ വരികളാണ്. ഇത് നിത്യവും രാവിലെ വായിക്കാവുന്നതാണ്. ഇനി സന്താന ലാഭം. തന്നുടെ ഗുരുവായ വസിഷ്ഠൻ നിയോഗത്താൽ എന്നു തുടങ്ങി ഗർഭവും പൂർണ്ണമായി ചമഞ്ഞതു കാല മർദ്ദകന്മാരും 4 പിറന്നാരുടനുടൻ എന്നുവരെയുള്ള ബാലകാന്ഡത്തിലെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഇനി സുഖപ്രസവത്തിന്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ എന്നു തുടങ്ങി കൗസല്യസ്തുതി ആദ്യ ഭാഗം. അതായത് നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, നമസ്തേശ്വര ശൗരേ, നമസ്തേ ജഗത്പദേ എന്നുവരെയുള്ള ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഇനി പരീക്ഷാ വിജയത്തിന് ഭാർഗവ ദർപ്പശമനം എന്ന ഭാഗമാണ് വായിക്കേണ്ടത്. ഞാനൊഴിഞ്ഞുണ്ടോ രാമത്രിഭുവനത്തിങ്കൽ എന്നു തുടങ്ങി ശ്രീരാമ ദശര നന്ദന ഹൃഷീകേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജഹരേ എന്നുവരെയുള്ള ബാലകാന്ഡത്തിലെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഇനി ആപത്തുകൾ ഒഴിയാനായിട്ട് ഏതാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. വിഭീഷണ ശരണാഗതി. വിഭീഷണ ശരണാഗതിയാണ് ആപത്തൊഴിയാനായിട്ട് വായിക്കേണ്ടത്. രാമാരമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ എന്നു തുടങ്ങി മുക്തിപ്രിയായ മുകുന്ദായ തേ നമ എന്നുവരെയുള്ള ഭാഗങ്ങൾ ദിവസവും വായിക്കാവുന്നതാണ്. ഇനി പുനഃസമാഗമത്തിന് വായിക്കേണ്ട ഭാഗം നോക്കാം. ഹനുമത് സീതാ സംവാദ ഭാഗമാണ് വായിക്കേണ്ടത്. ജഗത്മലനയന രവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി എന്നു തുടങ്ങി ഇതി മധുരതരം അവനില തനയനുഴ ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ എന്നുവരെയുള്ള സുന്ദരകാന്ഡത്തിലെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഉദ്യോഗകയറ്റത്തിന് ലക്ഷ്മണോപദേശം. സീത ശ്രീരാമനോട് പറയുന്ന യുക്തികളാണ് വായിക്കേണ്ട ഭാഗം. മാതൃവചനം ശിരസാധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ എന്നുള്ള ഭാഗം ഇതുവരെയും, അതായത് ഇത്രയും വരികൾ ഒരു പ്രാവശ്യം വായിക്കുക. അതിനുശേഷം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കളും അർത്ഥവിധിയില്ലാതോളമാതരാൾ എന്നു മുതൽ ജാനകി ദേവിയും അമ്പോടരുന്ധതിക്കാനന്ദമോൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൻ എന്നുവരെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വായിക്കാവുന്നതാണ്. ഇനി ബാലികാബാലന്മാരുടെ നന്മയ്ക്ക് ഏതു ഭാഗമാണെന്ന് നോക്കാം. നാരായണൻ നൾനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ എന്നു തുടങ്ങി തൃപ്തിവരാമമ വേണ്ടീല മുക്തിയും എന്നുവരെ
അതായത് അയോധ്യാകാന്ഡത്തിലെ ഭാഗങ്ങളാണ്, ഇത്രയും ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഇനി ദുസ്വപ്നം മാറാൻ, ദുസ്വപ്നം കാണാതിരിക്കാനുള്ള ഭാഗം ഏതാണെന്ന് നോക്കാം. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ എന്ന് തുടങ്ങി കാത്തുകൊള്ളേണം ഇവളെ നിരാമയം എന്നതുവരെയുള്ള സുന്ദരകാന്ഡത്തിലെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഇനി ഉത്തരവാദിത്തം നിറവേറ്റാൻ ഏത് ഭാഗമാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഭുജിക്കാൻ അവസരമില്ലമേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം എന്നു തുടങ്ങി ജന്മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ എന്ന ഭാഗം. അതായത് വനവാസത്തിന് പോകുന്ന സന്ദർഭത്തിൽ കൗസല്യാദേവി സകല ദേവി ദേവതാദേവന്മാരോടും ശ്രീരാമന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണിത്. ഇനി പാപശമനത്തിന് ഹനുമാൻ സീതാദേവിക്ക് ചൂടാമണി നൽകുന്ന ഭാഗമാണ് വായിക്കേണ്ടത്. അതായത് ചിരമിത സുഖമൊരുട തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ എന്നു തുടങ്ങി അപരമൊരു ശരണമിഹ നഹി നഹി നമസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ എന്നുവരെയുള്ള സുന്ദരകാന്ഡത്തിലെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഇനി മോക്ഷലബ്ധിക്ക് വായിക്കേണ്ട രാമായണത്തിലെ ഭാഗങ്ങളാണ് ജടായു സദ്ഗതി, ജടായു സ്തുതി, അതാണ് വായിക്കേണ്ടത്. അഹല്യാസ്തുതി വായിക്കുന്നത് കൊണ്ട് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. മോക്ഷം, ബ്രഹ്മാനന്ദം തുടങ്ങി ഇഹപരസുഖം, അതിനാണ് അഹല്യാസ്തുതി വായിക്കേണ്ടത്. ഇനി നാരദ രാഘവ സംവാദം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേ മിത്രങ്ങളെ, ഇത് പറഞ്ഞും കേട്ടും വായിച്ചും അറിഞ്ഞ അറിവുകളാണ്. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. മഹത്തായ സനാതന ധർമ്മ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മാന്തര സുഹൃതമായി ഞാൻ കണക്കാക്കുന്നു. മഹത്തായ അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാടും വിനയപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. എല്ലാവരെയും ശ്രീരാമചന്ദ്രസ്വാമി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.